ഓം ശ്രീ സായിരാം. ഭഗവാന്റെ പാതാരബന്ധങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും സ്വാഗതം. കർക്കിടക മാസത്തിലെ അവസാന ദിവസം ആടിയറുതി ഇന്ന് രാമായണ പാരായണത്തിൻ്റെ സമ്പൂർണ്ണ ആകുന്ന ദിവസവുമാണെന്ന്. അതുകൊണ്ട് ഭഗവാൻ ശ്രീരാമൻ്റെ പാദങ്ങളിലും സാഷ്ടാംഗം നമസ്കരിക്കുന്നു. എല്ലാവർക്കും പഴങ്കഥയും പഴംപുരാണവും എന്ന സന്ധ്യാവന്ദനത്തിൻ്റെ 17ാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. രാമ 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 നാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം രാമ 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 നാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം ജാനകി മനോഹരം സകലലോകനായകം ജാനകി മനോഹരം സകലലോകനായകം ശങ്കരാദിസേവ്യമാന പുണ്യനാമകീർത്തനം ശങ്കരാദിസേവ്യമാന പുണ്യനാമകീർത്തനം രാമ 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 നാമതാരകം രാമകൃഷ്ണ വാസുദേവ ഭക്തിമുക്തിദായകം ജാനകി മനോഹരം സകലലോകനായകം ശങ്കരാദിദിവ്യമാന പുണ്യനാമകീർത്തനം ശ്രീധരാ തവ പാദാംബുജം മമ ബാധ കൂടാതെ സേവിച്ചുകൊള്ളുവാൻ ബോധവിഗ്രഹ കാത്തുകൊള്ളേണമേ രാമ രാഘവ പാഹി മാം രാഗദ്വേഷങ്ങളെന്നുടെ മാനസേ ഭോഗിതൽപ പറ്റാതിരിക്കുവാൻ ഭഗതേയാപ്തേ കാത്തുകൊള്ളേണമേ രാമ രാഘവ പാഹി മാം മാനഹാനി വന്നിടിലുമെന്നുടെ ജ്ഞാനഹാനി വന്നിടാതിരിക്കുവാൻ ദിനബന്ധോ തുണയ്ക്കേണമെപ്പോഴും രാമ രാഘവ പാഹി മാം യത്നിച്ചോമിരന്നു നടക്കിലും മന്ദിച്ചിടല്ല മാമക മാനസേ ഇന്ദിരാകാന്ത നിൻപദം നൽകണേ രാമ രാഘവ പാഹി മാം നല്ലവരെ നമസ്കരിക്കാകണം നല്ല പുണ്യസ്ഥലം ഗമിക്കാകണം ഇല്ലാതാകണം ഭ്രാന്തിയും മായയിൽ രാമ രാഘവ പാഹി മാം മത്കൃതങ്ങളാം ദോഷങ്ങളൊക്കവേ ഉൾക്കാമ്പേ സഹിച്ചുകൊണ്ടെന്നുടെ ദുഷ്കൃതം തീർത്തു രക്ഷിച്ചു കൊള്ളണേ രാമ രാഘവ പാഹി മാം മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വദാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ യത്ര യത്ര രഘുനാഥകീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലിം ബാഷ്പവാരി പരിപൂർണലോചനം മാരുതിം നമത രാക്ഷസാന്തകം. ജയ ശ്രീരാം. ഇന്ന് ഭഗവാന്റെ ശ്രീരാമൻ്റെ ഒരു കഥ പറയാം ആദ്യം. അതായത് നമ്മളുടെ വികാരങ്ങൾ, നമ്മളുടെ സ്വഭാവം തന്നെ രൂപീകൃതമാവുന്നത് നമ്മൾ ജീവിക്കുന്ന പരിതസ്ഥിതികൾക്കനുസരിച്ചാണ്. നമ്മളെല്ലാവരും ജനിക്കുമ്പോൾ നല്ലവരായിട്ടാണ് ജനിക്കുന്നത്. പക്ഷേ നമ്മളിൽ അതാണ് കൊച്ചു കുഞ്ഞുങ്ങൾ എത്ര നിഷ്കളങ്കരായിരിക്കും. അവർക്ക് ജാതിയില്ല, മതമില്ല, എല്ലാവരോടും സമഭാവനയാണ്. എല്ലാത്തിനോടും പെട്ടെന്ന് മറക്കുന്ന സ്വഭാവം, എല്ലാം കൊണ്ടും എല്ലാത്തിനോടും ക്ഷമിക്കുന്ന സ്വഭാവം, ഇതൊക്കെ അവർക്കുണ്ട്. സൽഗുണങ്ങളുടെ മൂർത്തിമത് ഭാവമാണ് 3 വയസ്സോടെയുള്ള കുട്ടികൾ. അത് കഴിയുമ്പോൾ ചുറ്റുപാടുമുള്ള അവരുടെ പരിതസ്ഥിതികളാണ് അവരെ മാറ്റിമറിക്കുന്നത്.
അപ്പോൾ അതിന് ഉദാഹരണമായിട്ട് ഭഗവാൻ, അതായത് എങ്ങനെയാണ് ഒരു പരിതസ്ഥിതി നമ്മളുടെ വികാരങ്ങളെയും നമ്മുടെ സ്വഭാവത്തെയും ബാധിക്കുന്നത് എന്ന് കാണിക്കാനായിട്ട് രാമായണത്തിലൊരു സംഭവം ഉണ്ടായി. അത് പറയാം. ഒരിക്കൽ ശ്രീരാമനും സീതാദേവിയെ അന്വേഷിച്ച് നടക്കുന്ന സമയത്ത് ശ്രീരാമനും ലക്ഷ്മണനും കൂടെ ഇങ്ങനെ കാട്ടിലൂടെ സഞ്ചരിക്കുകയാണ്. അപ്പം വളരെ ദുഃഖിതരായി സങ്കടപ്പെട്ട ശ്രീരാമനും മാനുഷ്യഭാവേന മനുഷ്യർക്ക് ഉണ്ടാകുന്ന മാതിരിയുള്ള സങ്കടങ്ങളൊക്കെ അഭിനയിച്ചുകൊണ്ടാണ് ശ്രീരാമൻ്റെ നടപ്പ്. ലക്ഷ്മണനും അറിയാം ഭഗവാനാണെന്ന് മനസ്സിലായി കഴിഞ്ഞു. എന്നാലും ലക്ഷ്മണനും അതനുസരിച്ച് ശ്രീരാമ കൽപ്പനകൾ പാലിച്ചുകൊണ്ട് കൂടെ നടക്കുകയാണ്. എപ്പോഴും ശ്രീരാമനെതിരെ കമ എന്നൊരക്ഷരം മിണ്ടില്ല ലക്ഷ്മണൻ. ഒരാജ്ഞയെ എതിരിടില്ല. എന്തെങ്കിലും ഇഷ്ടം പോലെ ചെയ്തോളൂ എന്ന് പറഞ്ഞാൽ അതിനുപോലും സങ്കടപ്പെടുന്ന തരത്തിലുള്ള ഭക്തിയും വിധേയത്വമാണ് ലക്ഷ്മണൻ ഉണ്ടായിരുന്നത്. ശ്രീരാമൻ ആജ്ഞാപിക്കുന്നത് ചെയ്യുക, അതുമാത്രമായിരുന്നു ലക്ഷ്മണൻ്റെ ജീവിത ലക്ഷ്യവും ഉദ്ദേശവും. അങ്ങനെ ഇരിക്കെ അവർ രണ്ടാളും കൂടെ ഇങ്ങനെ നടന്നു പോകുമ്പം ഒരു വൃക്ഷത്തിൻ്റെ ചുവട്ടിൽ വിശ്രമിക്കാനായിട്ടിരുന്നു കഴിഞ്ഞതും ലക്ഷ്മണൻ ഇതുവരെ ചെയ്യാത്ത മാതിരി ശ്രീരാമനെ വഴക്ക് പറയാൻ തുടങ്ങി. ജ്യേഷ്ഠന് ഒരാളെ കാരണമാണ് ഇത് മുഴുവൻ സംഭവിച്ചത്. സീതാദേവിയുടെ അപഹരണവും നമ്മുടെ കാട്ടിലെ വാസവും വനവാസവും എല്ലാം രാമൻ്റെ ഒരാളുടെ അഹങ്കാരം കൊണ്ടാണ്, ധിക്കാരം കൊണ്ടാണെന്നൊക്കെ പറഞ്ഞിട്ട് രാമനെ വല്ലാതെ വഴക്ക് പറയാൻ തുടങ്ങി. അപ്പം ശ്രീരാമൻ പക്ഷേ സാധാരണ പോലെ മന്ദസ്മേരമുഖനായിട്ട് മന്ദസ്മിതത്തോടുകൂടി ശാന്തനായിട്ട് ലക്ഷ്മണൻ പറയുന്ന വഴക്ക് മുഴുവൻ കേട്ടോണ്ടിരുന്നു. ഒന്നും തിരിച്ചു പറയുന്നില്ല. പറഞ്ഞാലൊട്ട് ലക്ഷ്മണന് മനസ്സിലാവൂല. ലക്ഷ്മണൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, ഒന്നെന്ത് കോപിഷ്ഠനായിട്ട്. അല്ലെങ്കിൽ തന്നെ ലക്ഷ്മണൻ കോപിഷ്ഠനാണല്ലോ, പെട്ടെന്ന് മുൻകോപിയാണല്ലോ, പെട്ടെന്ന് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ പറയും. പല പ്രാവശ്യം നമ്മൾ കണ്ടിട്ടുണ്ട്, ക്രൂരമായ വാക്കുകളൊക്കെ പറയും. അങ്ങനെ പറഞ്ഞ ലക്ഷ്മണൻ അപ്പോൾ ശ്രീരാമൻ ഇനി നമുക്ക് പതുക്കെ ഇവിടുന്ന് പോവാം എന്ന് പറഞ്ഞിട്ട് രണ്ടാളും കൂടെ അവിടെ നിന്ന് എഴുന്നേറ്റ് വഴക്ക് പറഞ്ഞുകൊണ്ടേ പോവും. കുറച്ച് ദൂരം ആ മരത്തിൻ്റെ ഒരു വലിയ ആൽവൃക്ഷമാണ്. അപ്പോൾ ആൽവൃക്ഷത്തിൻ്റെ ചുറ്റിലും വളരെ ഒരുപാട് പരന്ന വൃക്ഷമാണ്. ആ വൃക്ഷത്തിൻ്റെ ചുവടെല്ലാം വിട്ട് ആ പരന്ന ഇലപ്പടർപ്പെല്ലാം കഴിഞ്ഞിട്ട് കുറേച്ചു ദൂരം അങ്ങോട്ട് മുന്നോട്ട് പോയപ്പോഴും പെട്ടെന്ന് ലക്ഷ്മണൻ ഓന്ന് പറഞ്ഞ് കരയാൻ തുടങ്ങി. ഉറക്കെ കരയാൻ തുടങ്ങി. അപ്പം ശ്രീരാമൻ ചോദിച്ചു, ഇതിപ്പോൾ എന്തിനാണ് ഇങ്ങനെ കരയണത്? കുറച്ചു മുമ്പ് വരെ എന്നെ വഴക്ക് പറഞ്ഞ ആളല്ലേ, ഇപ്പം എന്തിനാണ് ഇങ്ങനെ കരയണതെന്ന് ചോദിച്ചപ്പോൾ ചേഷ്ടാന്ന് പറഞ്ഞ് കാൽക്കൽ വീണ് എന്നോട് ക്ഷമിക്കണേ എന്ന് പറഞ്ഞു. ഇപ്പം എന്താ ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പം ലക്ഷ്മണൻ പറഞ്ഞു, എനിക്ക് എന്താ ഉണ്ടായതെന്ന് എനിക്ക് തന്നെ അറിയില്ല ജ്യേഷ്ഠ, ഞാൻ എന്തൊക്കെയാണ് പറഞ്ഞത്, എന്താണ് ജ്യേഷ്ഠ അങ്ങനെ ഉണ്ടാവാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ ശ്രീരാമൻ പറഞ്ഞു, നിൻ്റെ കുറ്റമല്ല ലക്ഷ്മണ, നിൻ്റെ മനസ്സിൽ ഒരിക്കലും എന്നെപ്പറ്റി അങ്ങനെ ഒരു ധാരണ ഉണ്ടാവില്ല. മാത്രമല്ല അങ്ങനെ ഒരു വാക്ക് നീ എന്നെപ്പറ്റി പറയില്ല. അങ്ങനെയാണ്, നീ എൻ്റെ പ്രാണനാണ്, എൻ്റെ പകുതിയാണ്. നീ ഒരിക്കലും അങ്ങനെ എന്നെപ്പറ്റി സംസാരിക്കില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. നിന്നെ കൊണ്ടിത് പറയിപ്പിച്ചത് നമ്മളിരുന്ന വൃക്ഷത്തിൻ്റെ മുകളിൽ ഒരു ബ്രഹ്മരക്ഷസാണ് താമസിച്ചുകൊണ്ടിരുന്നത്. ആ ബ്രഹ്മരക്ഷസ് വളരെ ദുഷ്ടനും വളരെ ക്രൂരനും വളരെ ഒരു ബ്രാഹ്മണൻ മരിക്കുമ്പോഴാണ് ബ്രഹ്മരക്ഷസാവുന്നത്. വളരെ ക്രൂരനും ദുഷ്ടനും ബ്രാഹ്മണ്യത്തെ ഉപേക്ഷിച്ച് ഒരുപാട് ചീത്ത വാക്കുകളൊക്കെ പറഞ്ഞ് നടന്നിരുന്ന ഒരാളായിരുന്നു. അപ്പം അയാളുടെ ദുരാത്മാവാണ് അവിടെ ഉണ്ടായിരുന്നത്. അയാളുടെ പരിസരത്ത് നമ്മൾ എത്തിയപ്പം അയാളുടെ നെഗറ്റീവ് എനർജി, പ്രതികൂലമായിട്ടുള്ള ആ ഊർജം എന്നെ ബാധിച്ചില്ല, പക്ഷെ നിന്നെ ബാധിച്ചു. ഭഗവാനെ ബാധിക്കില്ലല്ലോ ഒരു നെഗറ്റീവ്സും. അതുകൊണ്ട് അത് എന്നെ ബാധിച്ചില്ല, പക്ഷെ നിന്നെ ബാധിച്ചു. അതിൻ്റെ ഫലമായിട്ടാണ് നിനക്ക് അയാളെപ്പോലെ തന്നെ ഇങ്ങനെ തെറ്റായ കാര്യങ്ങൾ പറയുവാനും ഒക്കെ തോന്നിയത്. നിൻ്റെ കുറ്റമേ അല്ല നീ അതുകൊണ്ട് സങ്കടപ്പെടേണ്ട ആവശ്യമില്ല സഹോദര എന്ന് പറഞ്ഞ് കെട്ടിപ്പിടിച്ച് ആലിംഗനമൊക്കെ ചെയ്ത് പിടിച്ചെഴുന്നേൽപ്പിച്ചിട്ട് പോയി. ഇതാണ് നമ്മളുടെ ചുറ്റും നമ്മുടെ പരിസ്ഥിതികൾ നമ്മളിൽ ഏൽപ്പിക്കുന്ന പ്രഭാവം. അതുകൊണ്ട് തന്നെയാണ് ഭഗവാൻ സത്യസായി ബാബ പറയും, അവോയ്ഡ് ബാഡ് കമ്പനി, എപ്പോഴും ദുസ്സംഗം ഒഴിവാക്കൂ. ദുഷ്ടരായ സുഹൃത്തുക്കൾ, ചീത്ത വികാരങ്ങളും ചീത്ത ആശയങ്ങളുമുള്ള സുഹൃത്തുക്കളെല്ലാം ഒഴിവാക്കണം. അവർ നിങ്ങൾക്ക് ഒരിക്കലും ഗുണം ചെയ്യില്ല. അങ്ങനെ അവോയ്ഡ് ബാഡ് കമ്പനി എന്ന് തന്നെ ഭഗവാൻ പറയണം. ABC ഓഫ് ലൈഫ് എന്നാണ് പറയണത്. ABC എന്ന് വെച്ചാൽ എന്താണ്? പ്രഥമവും പ്രധാനവുമായ കാര്യമാണ് അവോയ്ഡ് ബാഡ് കമ്പനി. ഓൾവേസ് ബി അലേർട്ട്. എപ്പോഴും
പിന്നെ ശ്രദ്ധയോടെ ഇരിക്കുക, ജാഗ്രതയോടെ ഇരിക്കുക എന്നുള്ള 3 കാര്യം. ഓൾവേസ് ബി കെയർഫുൾ, അവോയ്ഡ് ബാഡ് കമ്പനി. ഇതാണ് ഭഗവാൻ നമുക്ക് നൽകിയ ഉപദേശം. അതുപോലെ ഹനുമാൻ്റെ കഥ. ഹനുമാൻ ആരായിരുന്നു? കേസരി എന്നുള്ളൊരു രാജാവിൻ്റെ പുത്രനായിരുന്നു. വേറൊരു വനരാജാവ്, ബാലിയൊക്കെ പോലെ തന്നെ വേറൊരു കിഷ്കിന്ധ പോലൊരു വാനര രാജ്യത്തിലെ രാജാവായിരുന്നു കേസരി. അദ്ദേഹത്തിൻ്റെ മകനും രുദ്രൻ്റെ അവതാരവുമായിട്ട് ശ്രീരാമൻ്റെ തന്നെ അംശമാണ് ഹനുമാൻ. പായസാംശമായതുകൊണ്ട് ശ്രീരാമൻ്റെ തന്നെ സഹോദര സ്ഥാനമുണ്ട് ഹനുമാൻ. അങ്ങനെയുള്ള മഹാനായ ഹനുമാൻ, 64 കലകളിലും അറിയുന്ന ഹനുമാൻ, ഒരു തരത്തിലുള്ള ആയുധങ്ങൾക്കോ ഒന്നിനും മുറിവേൽപ്പിക്കാനോ കൊല്ലുവാനോ സാധിക്കില്ല എന്ന് വരം നേടിയ ഹനുമാൻ. അതുപോലെ എല്ലാ വിദ്യകളുടെയും അധിപൻ, എല്ലാ ശസ്ത്രങ്ങളും ഏത് രൂപം സ്വീകരിക്കാനും കഴിവുള്ള ആൾ. അങ്ങനെ ഹനുമാൻ്റെ കഴിവുകൾ വർണ്ണനാതീതമായ ഒരുപാട് അനുഗ്രഹങ്ങളുള്ള ഒരാളായിരുന്നു ഹനുമാൻ. പക്ഷേ ഹനുമാൻ എപ്പോഴും ദാസ്യഭാവമായിരുന്നു. അത്ര വിനീതനായിരുന്നു ഹനുമാൻ. കാരണം പറയാം, അദ്ദേഹത്തിൻ്റെ ഗുരു സൂര്യദേവനാണ്. ഹനുമാൻ്റെ ഗുരു സൂര്യദേവനായിരുന്നു. അപ്പോൾ സൂര്യദേവന് ദക്ഷിണ കൊടുക്കണമല്ലോ. ദക്ഷിണ കൊടുക്കാനായിട്ട് പോയപ്പം സൂര്യദേവൻ പറഞ്ഞു, ഹനുമാൻ, എനിക്ക് ദക്ഷിണ ഒന്നും തരണ്ട, പകരം എൻ്റെ മകനായിട്ട് സുഗ്രീവൻ കിഷ്കിന്ധയിൽ ജീവിച്ചിരിപ്പുണ്ട്. അവന് ഒരുപാട് വിഷമങ്ങളുണ്ട്. അവന് സംരക്ഷിക്കുവാനായിട്ട് അവൻ്റെ മന്ത്രിയായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു. അതാണ് എനിക്ക് നൽകേണ്ട ദക്ഷിണ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് സുഗ്രീവൻ്റെ മന്ത്രിയായി, ദാസനായി, എല്ലാം സുഗ്രീവൻ പറയുന്നത് മാത്രം, കൽപ്പനകളൊക്കെ അനുസരിച്ചുകൊണ്ട് ഹനുമാൻ അവിടെ ജീവിച്ചിരുന്നത്. കാട്ടിലും മേട്ടിലും ഒക്കെ മുഖാജലത്തിൽ രാജധാനിയൊക്കെ ഉപേക്ഷിച്ച് സുഗ്രീവൻ താമസിക്കുമ്പോഴും ഹനുമാനായിരുന്നു എല്ലാത്തിനും ഹനുമാനായിരുന്നു സുഗ്രീവന് സഹചാരിയായിട്ടുണ്ടായിരുന്നത്. അതാണ് ഹനുമാൻ്റെ ഒരു സ്വഭാവം. മറ്റൊരു സ്വഭാവം ഹനുമാൻ്റെ ദാസ്യഭാവം, ഭഗവാനോടുള്ള ദാസ്യഭാവം. ഒരു എതിർവാക്ക് പറയാതെ എന്ത് ശ്രീരാമൻ പറഞ്ഞാലും അത് അതേപടി അനുസരിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഹനുമാൻ്റെ ലക്ഷ്യം. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും ഓരോരോ വരങ്ങൾ കൊടുക്കും. ഭഗവാൻ തിരിച്ചു പോകാനായിട്ട്, സ്വധാമത്തിലേക്ക് തിരിച്ചു പോകാനായിട്ട് തീരുമാനിക്കുമ്പം ഭഗവാൻ ഓരോരുത്തർക്കും ഓരോരോ കാര്യങ്ങൾ പറഞ്ഞു. വിഭീഷണനോട് പറഞ്ഞു, ലങ്ക നന്നായി ഭരിക്കൂ, ഞാൻ എപ്പോഴും കൂടെ ഉണ്ടാവും, എൻ്റെ പ്രസൻസ് ഉണ്ടാവും, അതുകൊണ്ട് അവിടെ നന്നായിട്ട് ഭരിച്ചോളൂ, സമയമാകുമ്പോൾ എന്നിൽ വന്ന് ലയിക്കാം എന്ന് പറഞ്ഞു. വിഭീഷണനോട് പറഞ്ഞു, അതുപോലെ അംഗദനോട് പറഞ്ഞു, കിഷ്കിന്ധ നന്നായിട്ട് ഭരിക്കൂ, അവിടെ എപ്പോഴും എൻ്റെ സാന്നിധ്യം എല്ലാ വാനരന്മാർക്കും വിചാരിക്കുമ്പോൾ തന്നെ അവർക്ക് എൻ്റെ സാന്നിധ്യം ലഭ്യമാകും, അതുകൊണ്ട് എല്ലാവരും സന്തോഷമായിട്ടിരുന്നിട്ട് കാലക്രമേണ നിങ്ങൾക്ക് എല്ലാവർക്കും എന്നെ പ്രാപിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവർക്കും അവരവരുടേതായ സ്ഥാനങ്ങൾ കൽപ്പിച്ചു കൊടുത്തു. ഹനുമാനോട് പറഞ്ഞു, ഹനുമാൻ, രാമനാമം ഭൂമിയിലുള്ളിടത്തോളം കാലം ചിരഞ്ജീവിയായി ഇവിടെ വസിക്കുക. ഭൂമിയിൽ എൻ്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും സന്തോഷം നൽകിക്കൊണ്ട് രാമനാമം പാടുന്നിടത്തെല്ലാം ഹനുമൽ സാന്നിധ്യം ഉണ്ടാക്കിക്കൊണ്ട് എൻ്റെ ഭക്തന്മാരെ കാത്തു രക്ഷിച്ചുകൊണ്ട് നീ ഭൂമിയിൽ ഉണ്ടാകണം, ചിരഞ്ജീവിയായി വാഴുക എന്ന് പറഞ്ഞു. പക്ഷേ ഹനുമാൻ അത് അത്രയ്ക്കൊരു ഇഷ്ടമായില്ല. ഭഗവാൻ പോയി കഴിഞ്ഞാൽ പിന്നെ എന്ത് ഭൂമി, എന്ത് ചിരഞ്ജീവിത്വം, അതൊക്കെ എനിക്ക് എന്തിനാ ഭഗവാൻ, എനിക്ക് ഭഗവാന്റെ കൂടെ ഭഗവാന്റെ സ്വധാമത്തിലേക്ക് വന്നാൽ മതി എന്ന് പറഞ്ഞു. അപ്പം ഹനുമാനെ സങ്കടപ്പെടുത്താൻ ഭഗവാൻ ആരെയും സങ്കടപ്പെടുത്താൻ ഇഷ്ടമില്ല. അതുകൊണ്ട് സങ്കടപ്പെടുത്താൻ ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തെന്ന് അറിയാമോ? ഭഗവാന്റെ മോതിരം പതുക്കെ ഊരി ഒരു പാറയുടെ ചെറിയ ഒരു ഓട്ടയിലൂടെ താഴേക്കിട്ടു. അപ്പം ഹനുമാൻ്റെ അടുത്ത് അയ്യോ ഹനുമാൻ, നോക്കൂ, എൻ്റെ മോതിരം താഴെ പോയല്ലോ, പാറയിടുക്കിലൂടെ താഴെ പോയത് ഒന്ന് എടുത്തുകൊണ്ട് വരുമോ എന്ന് പറഞ്ഞു. എന്തിനാണെന്നറിയാമോ? ഹനുമാൻ തിരിച്ചു വരുമ്പോഴത്തേക്കും രാമനും കൂട്ടരും അയോധ്യാവാസികളും വിഭീഷണൻ ആദിയായ എല്ലാവരും ചേർന്ന് ലക്ഷ്മണൻ അയോധ്യാവാസികളോടൊപ്പം സരയൂ നദിയിൽ ഇറങ്ങിപ്പോവും. അതുപോലെ വിഭീഷണൻ, ശ്രീരാമൻ ഭരതശത്രുഘ്നന്മാരെ 2 കൈയിലും പിടിച്ച് ബാക്കി എല്ലാവരെയും കൂടെ പുറകിൽ വന്നവരെ എല്ലാവരും ചേർത്ത് സരയൂ നദിയിൽ അന്തർധാനം ചെയ്യും. ആ സമയത്ത് ഹനുമാനോടെ ഉണ്ടായാൽ ഹനുമാന് സങ്കടമാവും, അതുകൊണ്ട് പറഞ്ഞയച്ചതാണ് ഭഗവാൻ. ഹനുമാനാണെങ്കിൽ സൂക്ഷ്മരൂപിയായിട്ട് എവിടെയും പ്രവേശിക്കാനുള്ള സാധ്യതയുണ്ട്, കഴിവുണ്ട്. അതുകൊണ്ട് ഹനുമാൻ താക്കോല മോതിരത്തിൽ സുഷിരത്തിൽ കൂടെ തന്നെ താഴേക്ക് ഇറങ്ങിപ്പോയി ഒരു മഹാമനോഹരമായ ലോകത്തെത്തിച്ചേരും. അവിടെ പാതാള ലോകത്തേക്ക് പോണ വഴിക്ക് ഒരു ലോകത്തിൽ സുതലം, അതലം, പല ലോകങ്ങളുണ്ട്. അവിടെ ഒരു സ്ഥലത്ത് എത്തിച്ചേർന്നു.
അപ്പോൾ ഒരു വലിയ സഭയാണ് കാണുന്നത്. അവിടെ രാജാവായിട്ട് ഒരാളിരിപ്പുണ്ട്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഹനുമാൻ്റെ അടുത്ത് വെച്ച്, എന്തിനാണ് വന്നത്? എൻ്റെ ഭഗവാന്റെ മോതിരം, എൻ്റെ സ്വാമിയുടെ മോതിരം ഇവിടെ വീണുപോയി, അതെടുക്കാനാണ് ഞാൻ വന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, ഹനുമാൻ ആ റൂമിനകത്ത് ഒരു മുറി കാണിച്ചു കൊടുക്കും. മുറി എന്ന് വെച്ചാൽ ഒരു ഗുഹ പോലെ, അങ്ങനെയാണല്ലോ, ഗുഹ പോലെ ഒരു റൂം കാണിച്ചു, അതിനകത്തുണ്ട് മോതിരം, എടുത്തോളൂ എന്ന് പറഞ്ഞു. ഹനുമാൻ അതിനകത്ത് കയറി നോക്കിയപ്പോൾ ഉണ്ടല്ലോ, അവിടെ ആയിരക്കണക്കിന് മോതിരം, ഒരേ രാമൻ്റെ മോതിരങ്ങളായിരിക്കും. ഹനുമാൻ അത്ഭുതസ്തബ്ധനായിപ്പോയി. ഇതെന്താ ഇത്രയധികം മോതിരം ഇവിടെ ഉള്ളത്? എനിക്ക് കാര്യം മനസ്സിലാവുന്നല്ലോ എന്ന് വെച്ച് വേഗം അത്ഭുതാധീനനായിട്ട് വിസ്മിതനായിട്ട് വേഗം ഓടി വന്നിട്ട് ചോദിച്ചു, ഇതെന്താണ് അവിടെ? എനിക്ക് എങ്ങനെയാണ് ഞാൻ മോതിരം എടുക്കുക? ആയിരക്കണക്കിന് മോതിരങ്ങളുണ്ട് അവിടെ, അതിലേതാണ് എൻ്റെ സ്വാമിയുടെ മോതിരം? എല്ലാം ഒരുപോലെ ഇരിപ്പുണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു, ഹനുമാൻ, ആയിരം വർഷങ്ങളാണ് ഒരു ശ്രീരാമൻ സ്വധാമത്തിലേക്ക് മടങ്ങുന്നതിന് മുമ്പ് ഹനുമാനെ സങ്കടപ്പെടുത്താതിരിക്കുവാനായിട്ട് മോതിരം താഴേക്കിടുന്നതും ഹനുമാൻ അതന്വേഷിച്ചു വരുന്നത് ഇത് ആദ്യത്തെ തവണയല്ല, അനേകമായിരം തവണ ഈ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് ഹനുമാൻ. ഈ ലോകത്ത് എത്ര യുഗങ്ങളിലാണ് ശ്രീരാമ അവതാരമുണ്ടായിട്ടുള്ള എത്ര യുഗങ്ങളിലെല്ലാം ഹനുമാനും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഹനുമാൻ ചിരഞ്ജീവിയായിട്ട് ഭൂമിയിൽ തന്നെ വസിക്കാനാണ് ഭഗവാൻ പറഞ്ഞിട്ടുള്ളത്. ഹനുമാൻ്റെ നിയോഗം അതാണ്. ഹനുമാൻ ഭക്തരെ സംരക്ഷിച്ചുകൊണ്ട് ഭഗവാന്റെ അടുത്തേക്ക് മടങ്ങൂ എന്ന് പറഞ്ഞ് തിരിച്ചു വരുന്നത്. അതാണ് ഹനുമാൻ്റെ കഥ. ഇങ്ങനെയാണ് രണ്ട് മനോഹരമായ കഥകളെന്ന് പറഞ്ഞു. രാമചരണ സുഖദായി ഭജുരേ, രാമചരണ സുഖദായി ഭജുരേ, രാമചരണ സുഖദായി ഭജുരേ, राम नाम के 2 अक्षर में सब सुख शांति समाई रे, राम नाम के 2 अक्षर में सब सुख शांति समाई रे, साईनाथ के चरणों में आकर, साईनाथ के चरणों में आकर जीवन सफल बनाओ रे, जीवन सफल बनाओ रे, रामचरण सुखदाई भजो रे, रामचरण सुखदाई भजो रे, रामचरण सुखदाई भजो रे। ओम सीता लक्ष्मण भरत शत्रुघ्न हनुमल समेत श्रीरामचंद्र परब्रह्मणे नमः। आंजनेय स्वामिये नमः। ഓം ശാന്തി ശാന്തി ശാന്തി. ഇന്ന് കർക്കിടക അവസാനം, എല്ലാ ദുഃഖങ്ങളും അവസാനിക്കട്ടെ. നാളെ ചിങ്ങം 1. എല്ലാവർക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവുന്ന പുതുവർഷ പിറവി ആശംസിച്ചുകൊണ്ട് ജയ് സായിരാം.